സത്യത്തിൽ ഈ ആദ്യകാല വായന പുസ്തകങ്ങളുടെ മോഷണത്തിലൂടെയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഇപ്പോൾ അത് തുറന്നു പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. കാരണം അത് അന്നാരും ഇതിൻ്റെ പേരാരും തസ്കരനെന്ന് വിളിക്കില്ലല്ലോ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം തീർത്ഥാടനം എന്ന് പറയുന്നത് ഒരു വിധത്തിൽ ആരാധനാലയങ്ങൾ പോകുന്നതിനേക്കാൾ പുസ്തക ശേഖരങ്ങളിലേക്ക് പോകുന്നതാണ് എന്നുള്ളതാണ്. ഓരോ ഗ്രന്ഥശാലയ്ക്കും ഇപ്പോൾ 10,000 ഗ്രന്ഥശാല കേരളത്തിലുണ്ടെങ്കിൽ 10,000 ഗ്രന്ഥശാലയ്ക്കും പറയാനുള്ളത് വ്യത്യസ്തമായ ചരിത്രമാണ്. ആ അച്ചാണി സിനിമയുടെ ലാഭം ഏതാണ്ട് 75 ലക്ഷത്തോളം രൂപ ഉണ്ടായിരുന്നു. ആ തുകയാണ് കൊല്ലം പബ്ലിക് ലൈബ്രറിയുടെ രൂപീകരണത്തിനാണ് അതിൻ്റെ പ്രവർത്തനത്തിനുമായിട്ട് അദ്ദേഹം മാറ്റിവെച്ചത്. ബാല്യകാലത്തിൽ അമ്മ പറഞ്ഞിരുന്ന ഒട്ടേറെ കഥകൾ, പഴയ പാട്ടുകളും ഒക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ വളരുമ്പോൾ ഇതൊക്കെ വായിക്കണമെന്നൊരാഗ്രഹം അക്കാലത്ത് തന്നെ അമ്മയിൽ നിന്ന് തന്നെ, അമ്മയുടെ കഥകളിൽ നിന്ന് തന്നെ രൂപപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്ന് വളരെ പ്രൈമറി വിദ്യാഭ്യാസമൊക്കെ കഴിയുന്ന സമയത്ത് വീട്ടിൽ കുറച്ച് വായിക്കുന്നതിനൊക്കെയുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നാണ് ഇവിടെ പ്രശസ്തമായ കുമ്പളത്തു ശങ്കുപ്പിള്ളയുടെ പേരിലുള്ള, അദ്ദേഹം നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ അധികാര നേതാക്കന്മാരിൽ ഒരാളാകുന്നത്, അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം രൂപീകരിച്ച കുമ്പളത്തു ശങ്കുപ്പിള്ള സ്മാരക ഗ്രന്ഥശാലയിലാണ് ആദ്യമായി ഗ്രന്ഥശാല എന്ന നിലയിൽ പോകുന്നതും. അവിടെ നിന്നാണ് ആദ്യമായി പുസ്തകം എടുത്ത് വായിച്ചു തുടങ്ങുന്നത്. തുടർന്ന് നളന്ദ, നവോദയ, ഈ 3 ഗ്രന്ഥശാലകളാണ് ഞങ്ങളുടെ പഞ്ചായത്തിൽ പ്രധാനമായി ഉണ്ടായിരുന്നത്. അതിൽ നളന്ദ ഗ്രന്ഥശാലയുമായിട്ടും അവിടെ നിന്നും പുസ്തകങ്ങൾ, എൻ്റെ ഗുരുനാഥനായ തങ്കപ്പനാശാരി സാർ എന്ന് പറയുന്ന സാറ്, അദ്ദേഹം ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവും അപ്പോൾ ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപകനുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ വായനയെക്കുറിച്ചൊക്കെ പഠിക്കുന്നതിനിടയിൽ പറഞ്ഞു തരികയും അപ്പോൾ അവിടെ നിന്നും പുസ്തകങ്ങൾ എടുത്ത് വായിക്കുകയും പിന്നീട് നവോദയ ഗ്രന്ഥശാല, ഇവരിൽ നിന്ന് പുസ്തകങ്ങളെടുത്ത് വായന തുടങ്ങുന്ന ഇതുണ്ട്. ഡിഗ്രിക്ക് എത്തുമ്പോൾ എന്തുകൊണ്ട് നമുക്കൊരു സ്വന്തമായൊരു ഗ്രന്ഥശാല ഉണ്ടായിക്കൂടാ എന്ന ചിന്ത വരികയും എൻ്റെ നാട്ടിൽ തന്നെ ഒരു പബ്ലിക് ലൈബ്രറി രൂപപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അത് വേണ്ടത്ര വിജയം കണ്ടില്ല. എൻ്റെ പഠനം MA ഡിഗ്രി കാലത്ത് അത് 3 വർഷം ഫലപ്രദമായി പ്രവർത്തിച്ചെങ്കിലും പിന്നീട് അത് ഏറ്റെടുക്കാൻ പുതിയ തലമുറയിൽ, എൻ്റെ തലമുറയിൽപ്പെട്ട പോലും തയ്യാറാവാതെ വരുമ്പോൾ അതിപ്പോൾ അത് ഒരു ഗ്രാമം ഗ്രന്ഥശാല എന്ന രീതിയിൽ രൂപപ്പെടുത്തി എൻ്റെ പ്രദേശത്ത്, എൻ്റെ വാർഡിൽ രൂപപ്പെടുത്തി എടുക്കുന്നുണ്ട്. പിന്നീട് PGക്ക് പഠിക്കാനായി പോവുകയാണ്. ആദ്യകാല പുസ്തകങ്ങളൊക്കെ തന്നെ പ്രധാനമായും കവിതയാണ് ആദ്യം വായിച്ചു തുടങ്ങുന്നത്. കാരണം നേരത്തെ കേട്ട പാട്ടുകളിൽ നിന്നും മറ്റും ഒക്കെ വരുന്ന ആ കവിതകൾ, പ്രത്യേകിച്ചും കുട്ടിക്കവിതകൾ വളരെ പ്രധാനപ്പെട്ട അനുഭവമായിരുന്നു. അക്കൂട്ടത്തിൽ വളരെ ഗഹനമായ കവിത എഴുതുന്ന ആളെന്ന് പറയുന്ന ഉള്ളൂരിൻ്റെ കുട്ടിക്കാല കവിതകൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കവിതയായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തുമ്പ പോലെയുള്ള കവിതകൾ, അങ്ങനെയുള്ള കവിതകൾ അത് വായിക്കുക. പിന്നെ വള്ളത്തോളിൻ്റെ കവിതകൾ, ആശാൻ്റെ കവിതകൾ, ബാല്യ കവിതകൾ, ഇങ്ങനെ കവിതകൾ വായിച്ചാണ് തുടങ്ങുന്നതെങ്കിലും പക്ഷേ ഗൗരവമുള്ള വായനയിലേക്ക്, കഥയും കവിതയും നോവലിലേക്കും ഒക്കെ വരുന്നതോടുകൂടി കൂടുതൽ സമയമെടുത്ത് വായിക്കാൻ കഴിയുന്നതായി തീരുന്നുണ്ട്. കവിത വായന വളരെ ചെറിയ സമയം കൊണ്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് ആദ്യകാലത്ത് കവിതയിലേക്ക് തുടങ്ങുകയും പിന്നീട് കൂടുതൽ സമയം എടുത്ത് വായിക്കാൻ കഴിയുന്ന എന്ന നിലയിൽ നോവലിലേക്ക് തിരികുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ നോവൽ എന്ന നിലയിൽ ആദ്യമായി വായിക്കുന്ന യഥാർത്ഥത്തിൽ മലയാളത്തിലെ ലക്ഷണയുക്തമായ ആദ്യത്തെ നോവൽ എന്ന നിലയിലുള്ള ഇന്ദുലേഖ തന്നെയാണ് ആദ്യം വായിച്ച, ഇപ്പോഴും എൻ്റെ അനുഭവത്തിൽ നിൽക്കുന്ന കൃതി.
സത്യത്തിൽ പുസ്തകങ്ങളുടെ എന്ന് പറയുമ്പോൾ പറയാൻ പറ്റാത്ത രീതിയിലാണ്. കാരണം പുസ്തകങ്ങളെ ഒരു നമുക്ക് പണം കൊടുത്ത് വാങ്ങിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമൊന്നും വീട്ടിലോ നമ്മുടെ സമീപ പ്രദേശത്തെ വീടുകളിൽ പോലും അങ്ങനെ പുസ്തകങ്ങൾ ശേഖരിക്കുന്നവരുടെ എണ്ണം കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സത്യത്തിൽ ഈ ആദ്യകാല വായന പുസ്തകങ്ങളുടെ മോഷണത്തിലൂടെയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഇപ്പോൾ അത് തുറന്നു പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. കാരണം അത് അന്നാരും ഇതിൻ്റെ പേരിലാരും തസ്കരനെന്ന് വിളിക്കില്ലല്ലോ. സത്യത്തിൽ ഞാനിപ്പോൾ SPCSൻ്റെ സാഹിത്യപ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറാണ്. ഞാൻ പിന്നെ NBSൽ കൊല്ലത്ത് ഡിഗ്രി കഴിയുന്ന സമയം മുതൽ നാഷണൽ ബുക്ക് സ്റ്റാൾ കൊല്ലത്ത് പോകാറുണ്ടായിരുന്നു. അന്നേരം വളരെ ചെറിയ വില കുറച്ചുള്ള പുസ്തകങ്ങളൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുകയും ആഗ്രഹിക്കുന്ന പുസ്തകങ്ങൾ ഈ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നൊരു സമീപനം അക്കാലത്തുണ്ടായിരുന്നു. NBSൻ്റെ തകർച്ചയ്ക്ക് കാരണം ഇതുകൊണ്ടും ആണോ എന്ന് ചോദിച്ചാൽ ഇതൊന്നുമല്ല. എന്നാലും അക്കാലത്ത് അങ്ങനെ ഒത്തിരി പുസ്തകങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി സത്യം. അത് വായിക്കുക എന്നുള്ളത് അത് മാത്രമാണ്. അത് വായിച്ചു കഴിഞ്ഞാൽ വേറെ ആർക്കെങ്കിലും കൂടെ കൊടുക്കുക എന്നുള്ള ഒരു സമീപനവും അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പം ഞാൻ നിങ്ങളോടായതുകൊണ്ടാണ് ആദ്യമായി ഇത് തുറന്നു പറയുന്നത്. അതാണ് നമുക്കിപ്പോൾ ഇഷ്ടപ്പെട്ടപ്പം വത്സലയുടെ നെല്ല് എന്ന നോവല് പൊതുവെ അത് വായിക്കണം എന്നുള്ളൊരു ചിന്ത ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വത്സലയുടെ നെല്ല് വാങ്ങിക്കാനുള്ള സാമ്പത്തികം ഇല്ലാത്തൊരവസ്ഥ നിലനിൽക്കുന്നത്. അത് ഞാൻ ഒരു വീട്ടിൽ നമ്മുടെ ഏറ്റവും അടുത്തൊരു വളരെ ബഹുമാനായ ഒരു വ്യക്തിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ അതിരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പുള്ളി ആർക്കും ഒന്നും കൊടുക്കുന്ന ഒരാളല്ല. അത് ഞാൻ ക്രമേണ ആ പുസ്തകം അവിടെ നിന്ന് പിന്നെ അദ്ദേഹം അറിയാതെ എടുത്തുകൊണ്ട് പോരുകയും വായിച്ചു തീർന്നതിന് ശേഷം അദ്ദേഹത്തിന് വീട്ടിൽ കൊണ്ടുവന്ന് വിട്ട് ഞാൻ ഈ പുസ്തകം അടിച്ചുകൊണ്ട് പോയായിരുന്നു, സാറ് ചോദിച്ചാൽ തരത്തില്ല, അതുകൊണ്ടാണ് തന്നത്. അങ്ങനെയുള്ള അനുഭവങ്ങൾ വായനയുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അതിനുശേഷം ഈ നെല്ലിനെക്കുറിച്ചുള്ള വത്സലയെക്കുറിച്ചുള്ള ഒരു പഠനത്തിൽ ഗ്രന്ഥാലോകത്തിൻ്റെ വത്സല പതിപ്പിൽ ഞാൻ ആ നെല്ലിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പുസ്തകങ്ങൾ ധാരാളം, പിന്നീട് പുസ്തകങ്ങൾ ധാരാളം ശേഖരിക്കാനും പഠിക്കാനും. ഇപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ ഒരു 10,000-ഓളം പുസ്തകങ്ങളുടെ ഒരു ശേഖരം തന്നെയുണ്ട്. നമുക്കിപ്പോൾ എവിടെ പോയാലും നമ്മുടെ കൈകളിൽ എന്തെങ്കിലും വാങ്ങിക്കുന്ന കൂട്ടത്തിൽ പ്രധാനമായും ഒരു പുസ്തകങ്ങളും വാങ്ങിക്കുക എന്നുള്ളതാണ്. കൊല്ലത്ത് പോകുമ്പോൾ NBSലോ DCയിലും ഒക്കെ കയറുക, ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ മാതൃഭൂമിയിൽ കയറുക എന്നൊരു തോന്നൽ ഇത് വന്നിട്ടുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം തീർത്ഥാടനം എന്ന് പറയുന്നത് ഒരു വിധത്തിൽ ആരാധനാലയങ്ങൾ പോകുന്നതിനേക്കാൾ പുസ്തക ശേഖരങ്ങളിലേക്ക് പോകുന്നതാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇവിടെ ബോർഗീസിൻ്റെ പ്രശസ്തമായ ഒരു ചൊല്ലുണ്ട്, ദേവാലയങ്ങളുടെ ദേവാലയമാണ് ഗ്രന്ഥപ്പുര എന്നുള്ളത്. ആ ഒരു കാഴ്ചപ്പാടിനെ പിന്തുടരുന്ന കുറേയേറെ ആളുകളുടെ നാടാണ് കേരളം. അക്കൂട്ടത്തിൽ ഒരു ചെറിയ വായനക്കാരൻ എന്ന നിലയിൽ ഞാനും ആ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളാണെന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. വരികൾ അന്ന് അക്കാലഘട്ടത്തിൽ പിന്നെ ഈ ഞാൻ ഓർക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പലരും എപ്പോഴും ഏതെങ്കിലും ഒരു പത്രമോ വാരികയോ അവരുടെ കയ്യിലുണ്ടാവും. അവർ നമ്മളെ സമീപിക്കുമ്പോൾ അത് നമുക്ക് വായിക്കാൻ തരും. അങ്ങനെയാണ് സത്യത്തിൽ ജനയുഗം പോലെയുള്ളവയുടെ ഒരു വായന സാധ്യമായിട്ടുള്ളത്. പിന്നീട് ഏറ്റവും മൂല്യമുള്ള വായനകൾ വേണം, ഭാഷാഭൂഷണി വായിക്കണം, മാതൃഭൂമി വായിക്കണം എന്നൊക്കെയുള്ള ചിന്ത ഉണ്ടാകുമ്പോൾ അത് തേടിപ്പിടിച്ച് വായിക്കുന്ന ഒരു സമ്പ്രദായവും ഉണ്ടായിട്ടുണ്ട്. ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ വീട്ടിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ ഭാഷാഭൂഷണിയും ഉണ്ടാവും. അപ്പോൾ ഇത് മറ്റേ ജനയുഗമൊക്കെ ഉള്ളത് ഒക്കെയുള്ള ആളുകൾ തരികയും ചെയ്യും. പിന്നീട് ദേശാഭിമാനി വാരിക അത് അതിൻ്റെ ഏറ്റവും ആദ്യകാലം മുതൽ ശേഖരിച്ച് വെക്കണം എന്നുള്ള ഒരവസ്ഥയാണ്. പക്ഷേ വീടിൻ്റെ നിരന്തരമായ മാറ്റങ്ങളും പുനർനിർമ്മാണമൊക്കെ വരുമ്പോൾ അവയെ പലതും ഉപേക്ഷിക്കേണ്ടി വന്നു. എന്നാലും ഇപ്പോഴും പഴയകാല വാരികകളും മാസികകളും എല്ലാം നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ സ്കൂൾ വിട്ടു വന്നു കഴിഞ്ഞാൽ ഉടൻ ഒരു പൊതുസ്ഥലങ്ങളിൽ ഒത്തുചേരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അവിടെ ഇഷ്ടംപോലെ കളികളും പലതരത്തിലുള്ള കളികളുണ്ടായിരുന്നു. അതായിരുന്നു അക്കാലത്തെ ഏറ്റവും വലിയ ഉല്ലാസം. വൈകുന്നേരം സ്കൂൾ വിടുന്നത് തന്നെ ഈ കളികളുടെ ഭാഗമാകാം. ഇത് ധാരാളം കുട്ടികളാണ്, അവർക്ക് ഒരു ചിന്തയില്ല, ഇത് കളിക്കുകയും ചെയ്യും. അപ്പോൾ അതിനിടയിലാണ് ഇങ്ങനെയൊരു നമ്മൾ കളിച്ചാൽ മാത്രം മതിയോ, വായിക്കുകയും ചിന്തിക്കുകയും ഒക്കെ വേണ്ടേ? ആ ഒരു പശ്ചാത്തലത്തിൽ അവരെല്ലാം കൂടി ചേർത്തുകൊണ്ടാണ്, ഞങ്ങളെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ഒരു ഗ്രന്ഥശാല രൂപീകരിക്കാം എന്ന് ചിന്തിക്കുന്നത്. അത് ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോഴെല്ലാം ഇത്തരത്തിലുള്ള കൂട്ടായ്മകളുടെ ാണ് പ്രധാനപ്പെട്ട ഗ്രന്ഥശാലകളെല്ലാം രൂപപ്പെടുത്തിയിട്ടുള്ളത് എന്ന് കാണാം.
അതാണ്. അപ്പോൾ ഒന്നു ചേരുന്ന കുട്ടികൾ കളിക്കാൻ മാത്രം പോരാ, നമുക്ക് വായിക്കണം, ചിന്തിക്കണം, കൂടുതൽ അനുഭവങ്ങൾ ആർജിക്കണം എന്ന ആ ബോധത്തിൻ്റെ ഭാഗം എന്ന നിലയിലാണ് ഗ്രന്ഥശാല രൂപീകരിച്ചത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഗ്രന്ഥശാലയുടെ യഥാർത്ഥ രൂപീകരണത്തിൻ്റെ പിന്നിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങളാണ് പ്രധാനമായുള്ളത്. കൂടുതൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തന്നെ ഈ വായനയെക്കുറിച്ചും ആളുകളെ പ്രബുദ്ധരാക്കുവാൻ വായന അനിവാര്യമാണ്, അതിന് പുസ്തകങ്ങൾ പ്രചരിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതിന് അല്പം നോക്കിയാൽ നവോത്ഥാന കാലഘട്ടത്തിൽ തന്നെ ആ ഒരു ആശയം, പിന്നെ വായന കൊണ്ട് ശക്തരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക, വായന കൊണ്ട് പ്രബുദ്ധരാവുക എന്ന ഗുരുവിൻ്റെ പ്രശസ്തമായ വാക്യം ഈ നവോത്ഥാന കാലഘട്ടത്തിൽ തന്നെ ഈ ആശയം ഉൾക്കൊണ്ടുപോരുന്നുണ്ട്. അപ്പോൾ അന്ന് ഈ വായിക്കുക എന്നുള്ളതാണ് പഠിക്കുക എന്നതിൻ്റെ അർത്ഥം. എത്രാം ക്ലാസ്സിൽ വായിക്കുന്നു എന്നാണ് പറയാറുള്ളത്. അപ്പം പഠനം എന്നുള്ളത് വായന തന്നെയായിരുന്ന ഒരു കാലഘട്ടമാണ് നവോത്ഥാന കാലഘട്ടത്തിലും സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലും എല്ലാം ഉണ്ടായിരുന്നത്. നന്നായി വായിച്ചവരാണ് സ്വാതന്ത്ര്യ സമര നായകന്മാരായി മാറുന്നത്, നന്നായി വായിച്ചവരാണ് നവോത്ഥാന മൂല്യങ്ങളുള്ളവരായി തീരുന്നത്. എന്നാൽ ആ സ്വാതന്ത്ര്യദിന സന്ദേശത്തെയും സ്വാതന്ത്ര്യ സമര സന്ദേശത്തെയും നവോത്ഥാന മൂല്യങ്ങളെയുമൊക്കെ കുറച്ചും കൂടി കൂട്ടി ഉറപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രചാര ഭാഗമായിട്ടാണ് ഗ്രന്ഥശാലകളുടെ രൂപീകരണം പ്രധാനമായും മാറുന്നത്. അതുകൊണ്ടാണ് വടക്കേ മലബാറിലൊക്കെ അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായുള്ള ഗ്രന്ഥശാലകളുണ്ട്, തൊഴിലാളി വർഗങ്ങളുടെ സംഘടിത പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഗ്രന്ഥശാലകളുണ്ട്, പിന്നെ കർഷക ഗ്രന്ഥശാലകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം വന്നത് ഇതിൻ്റെ ഭാഗം. കർഷക സംഘങ്ങൾ രൂപപ്പെടുത്തിയ ഗ്രന്ഥശാല, തൊഴിലാളി പ്രസ്ഥാനം രൂപപ്പെടുത്തിയ ഗ്രന്ഥശാല, അധ്യാപക പ്രസ്ഥാനം രൂപപ്പെടുത്തിയ ഗ്രന്ഥശാല, ഇങ്ങനെ ഇതുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇത്രയേറെ ഗ്രന്ഥശാലകളുടെ രൂപീകരണത്തിൽ പ്രധാനമായ പങ്കുവഹിച്ചത് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രചാരം എന്ന് പറയുക. അതുകൊണ്ടാണ് KPCC സെക്രട്ടറി ആയിരുന്ന EMS തന്നെ എല്ലാ മണ്ഡലം കമ്മിറ്റികളിലേക്കും ഒരു മണ്ഡലത്തിൽ ഒരു ഗ്രന്ഥശാലയെങ്കിലും രൂപീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കുലർ അയച്ച ചരിത്രവും നമ്മുടെ മുന്നിലുണ്ട്. അതാണ്. അല്ല, ഈ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനം എന്നുള്ള ചരിത്രത്തിനൊപ്പം ഓരോ ഗ്രന്ഥശാലയ്ക്കും, ഇപ്പോൾ 10,000 ഗ്രന്ഥശാല കേരളത്തിലുണ്ടെങ്കിൽ 10,000 ഗ്രന്ഥശാലയ്ക്കും പറയാനുള്ളത് വ്യത്യസ്തമായ ചരിത്രമാണ്. ഈ വ്യത്യസ്തമായ ഗ്രന്ഥശാലകളുടെ ചരിത്ര പിന്നെ കൂട്ടായ്മ എന്ന് പറയാം ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം. ഓരോ ഗ്രന്ഥശാലയ്ക്കും ഓരോ ചരിത്രമുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, പിന്നെ ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട എല്ലാം കൂടെ ഒന്നിച്ചു വരുന്ന ഒരു കാലത്ത് കൊല്ലം ജില്ലയിൽ ഒരു പ്രധാനപ്പെട്ട ഒരാളിൻ്റെ കഥയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഇപ്പോൾ കൃത്യമായി ഒരു പിള്ള സാർ എന്ന് വിളിക്കുന്ന ആളാണ്. അദ്ദേഹം വീട്ടിൽ വലിയ ദാരിദ്ര്യമൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിൽ 5 മക്കളും ഒക്കെയുള്ള ഒരു വീട്ടിലെ ഒരംഗമാണ്, മൂത്ത ആളാണ്. അപ്പോൾ വീട്ടിലെ സഹോദരങ്ങളുടെ ഒന്നും പഠിത്തമൊന്നും നടക്കുകയില്ല. അച്ഛൻ്റെ വരുമാനം കൊണ്ട്, അച്ഛൻ കൂലിപ്പണിക്കാരനായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഇതെടുത്തു, കുരുമുളക് കൃഷി വ്യവസായം എന്ന് പറഞ്ഞാൽ വീടുകളിൽ പോയി കുരുമുളക് ശേഖരിച്ചിട്ട് ആലപ്പുഴ ചന്തയിൽ കൊണ്ടുവന്ന് മാർക്കറ്റിൽ വിൽക്കുക. അങ്ങനെ വിറ്റ് അദ്ദേഹം വീട്ടിലെ സമ്പത്ത് പരിഹരിച്ച കൂട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു വർഷം 5,000 രൂപ ലാഭം കിട്ടി. അന്നത്തെ കാലത്ത് 5,000 രൂപ. അദ്ദേഹം ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ 5,000 രൂപയ്ക്കും പുസ്തകങ്ങൾ വാങ്ങിച്ചു, 100 കണക്കിന് പുസ്തകങ്ങൾ. പ്രശ്നം, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെക്കാൻ, ഈ പുസ്തകം വെക്കാൻ സ്ഥലമില്ല. അദ്ദേഹം കള്ളർകോട് ദേവി ക്ഷേത്രത്തിലെ തിടപ്പള്ളി തനിക്ക് പുസ്തകം വെക്കാൻ തരണം എന്നാവശ്യപ്പെട്ടു. അവർ സന്തോഷത്തോടെ വിട്ടുകൊടുത്തു. അങ്ങനെ വിട്ടുകൊടുത്തു. ആ തിടപ്പള്ളിയിലാണ് അവിടുത്തെ ആ ഗ്രന്ഥശാല തുടങ്ങിയത്. പക്ഷേ പ്രശ്നം എന്താ, ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഒരു ബോർഡുണ്ട്, അഹിന്ദുക്കൾക്ക് പ്രവേശനം. അപ്പോൾ ഗ്രന്ഥശാല എന്ന് പറയുന്നത് ജാതി മതത്തിന് അതീതമായിട്ടാണ് അതിൻ്റെ ഘടന, അതിൻ്റെ നിയമാവലി. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ കളർകോട് ദേവീക്ഷേത്ര സമിതി അന്ന് തീരുമാനിച്ചത് ഈ ഗ്രന്ഥശാലയ്ക്ക് വേണ്ടി 5 സെൻറ്റ് സ്ഥലം അമ്പലത്തിൻ്റെ വിട്ടുകൊടുക്കാൻ. അങ്ങനെ ആണ് പുള്ളി ആദ്യത്തെ ഗ്രന്ഥശാല അവിടെ തുടങ്ങിയത്. ഇപ്പോൾ അതേ തുടർന്ന് ഈ അവിഭക്ത ജില്ലയുടെ
ഭാരവാഹിയായിട്ടിരുന്നിട്ടുണ്ട്, ഒക്കെയായി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം അതൊരു വലിയ ഇതുപോലെ ഒരുപാട് ചരിത്രം ഓരോ ഗ്രന്ഥശാലയ്ക്കും പറയാനുണ്ട് നമ്മുടെ നാട്ടിൽ ഓരോ ജനങ്ങൾക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ അവിടെ തന്നെ പറവൂർ, വടക്കൻ പറവൂർ പബ്ലിക് ലൈബ്രറിയെ സംബന്ധിച്ച് അതിന് ഒട്ടേറെ കഥകളുണ്ട്. ഇങ്ങനെ കേരളത്തിൽ എവിടെ ഇത്തരത്തിലുള്ള ഗ്രന്ഥശാലകളുടെയൊക്കെ രൂപീകരണം ഉണ്ടായിട്ടുണ്ടോ. ഇപ്പം കല്ലടയിൽ എങ്ങനെയാണ് കുമ്പളത്ത് ശങ്കുപിള്ളയുടെ സ്മാരകമായൊരു ഗ്രന്ഥശാല. കുമ്പളത്ത് ശങ്കുപിള്ളയ്ക്ക് ഇവിടെയായി അധിക ബന്ധമുണ്ട്. പക്ഷേ ഇവിടെ ആണ് ഒരുപക്ഷെ CP വെട്ടുന്നതിന് ഉള്ള ആലോചന നടക്കുന്നതിന് കുമ്പളം ഇവിടെ വരികയും ഇവിടുത്തെ ഒരു തറവാടുമായിട്ട് ആലോചിച്ച് അവിടെ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം ഇതെല്ലാം നീക്കിയതെന്നാണ് പറയുന്നത്. ആ കാലത്ത് കുമ്പളത്തിന് ഒരുപാട് ആരാധകർ ഈ പ്രദേശത്ത് ഉണ്ടായി. അപ്പോൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ യഥാർത്ഥ അദ്ദേഹത്തിൻ്റെ ജന്മനാടായ ചെവറ ഭാഗം ഇതിൽ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഗ്രന്ഥശാല രൂപപ്പെടുത്തുകയാണ്. അതുപോലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഈ അന്ധവിശ്വാസ അനാചാരത്തിനെതിരെ ഏറ്റവും വലിയ പോരാട്ടം നടത്തുകയാണ് ചങ്ങനാശ്ശേരി പരമേശ്വരപിള്ള. ആ ചങ്ങനാശ്ശേരി പരമേശ്വരപിള്ളയ്ക്ക് ഈ കുന്നത്തൂർ നിയോജകമണ്ഡലവുമായി ഒരു ബന്ധവുമില്ല. അദ്ദേഹം നമ്മുടെ കല്ലുമാല സമരത്തിൻ്റെ നേതൃത്വം നൽകിയിട്ടുണ്ട്. അയിത്തജാതിക്കാരെ സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിനും ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനും എല്ലാം സമരം നടത്തിയ ആളാണ് ചങ്ങനാശ്ശേരി പരമേശ്വരപിള്ള. KPCC അധ്യക്ഷനായിരുന്നു. പക്ഷേ കുന്നത്തൂരിലെ ഒരു കുഗ്രാമത്തിൽ അയ്വർകാല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഗ്രന്ഥശാല ഉണ്ടാക്കിയപ്പോൾ അവരതിന് പേരിട്ടത് ചങ്ങനാശ്ശേരി പരമേശ്വരപിള്ളയുടെ പേരാണ്. ചങ്ങനാശ്ശേരി സ്മാരകം. അത് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ മൂന്നാമത്തെ അഫിലിയേഷൻ കൊടുത്ത മൂന്നാമത്തെ ഗ്രന്ഥശാലയും ഈ ചങ്ങനാശ്ശേരി പരമേശ്വരപിള്ളയുടെ പേരിലുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ഗ്രന്ഥശാലകൾ ഉണ്ടായിട്ടുണ്ട്. അതെ, അദ്ദേഹത്തിൻ്റെ സിനിമകൾ എല്ലാം കലാമൂല്യമുള്ള സിനിമകളായതുകൊണ്ട് ഈ പ്രേക്ഷക പ്രീതി അധികം കിട്ടുന്നില്ല. എന്ന് പറഞ്ഞാൽ വിപണിയിൽ അത് വിറ്റഴിക്കലൊന്നും ഉണ്ടായില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഒരുപാട് സമ്പത്ത് കൊണ്ടുവന്നു. അതാണ് അച്ചാണി. അന്ന് മുതലാണ് അദ്ദേഹത്തെ അച്ചാണി രവി എന്ന് വിളിക്കുന്നത്. ആ അച്ചാണി സിനിമയുടെ ലാഭം ഏതാണ്ട് 75 ലക്ഷത്തോളം രൂപയുണ്ടായിരുന്നതാണ്. ആ തുകയാണ് കൊല്ലം പബ്ലിക് ലൈബ്രറിയുടെ രൂപീകരണത്തിനും അതിൻ്റെ പ്രവർത്തനത്തിനുമായിട്ട് അദ്ദേഹം മാറ്റിവെച്ചത്. അതിൻ്റെ ലാഭം, ആ ലാഭം അത് മുഴുവൻ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ സ്ഥലം സർക്കാർ വിട്ടുകൊടുത്തു. ആ സ്ഥലത്ത് വലിയ മന്ദിരം ഉപയോഗിക്കുന്നു. ഇന്ന് കൊല്ലത്തെ ഏറ്റവും വലിയ റിസർച്ച് സെൻറ്റർ, ഗവേഷണ കേന്ദ്രമായി ആ ലൈബ്രറിയെ മാറ്റിയെടുക്കും. ഇതാണ്.